ഗുഡ് മോർണിംഗ്. ഇന്ന് ഗോവയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ പ്ലാന് ആദ്യം തന്നെ ചപ്പോറ ഫോർട്ടിൽ പോകുന്നതാണ്. ചപ്പോറ ഫോർട്ടിലാണ് നമ്മുടെ ദിൽ ചാഹതാ ഹൈ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർട്ടാണ്, ഒരു കോട്ടയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ആദ്യം തന്നെ അവിടേക്ക് പോകാമെന്നാണ് പ്ലാൻ. പിന്നെ കുറച്ച് ബീച്ചിലൊക്കെ പോകണം, ബീച്ച് വിസിറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഐശ്വര്യമായിട്ട് പാവ് ബജിയും കോഫിയും കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കൊള്ളാം, നല്ല ഷോപ്പായിരുന്നു. ഒരു ഷർട്ടും ഒരു ഷോർട്ട്സും വാങ്ങി. എല്ലാവരും മാരക ഷോപ്പിങ്ങിലാണ്. LED ബൾബ് തൂക്കിട്ട പോലെ ഉണ്ട്. മാവുമ്മലും മാങ്ങ. ഹോട്ടലിൽ നമ്മൾ നടക്കണം. ഇത് പാർക്കിംഗ് ആയിരിക്കും അല്ലേ? ഓക്കെ കാണുന്നില്ല, ബീച്ച് അവിടെ ഉണ്ട്. പഴയ വീടുകൾ കണ്ടില്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന പോലെ ഉണ്ടല്ലേ? കേരളത്തിലൊരു എന്താ പറയുക, കാലാവസ്ഥയും മരങ്ങളൊക്കെ കണ്ടില്ലേ? നമ്മൾ ഫോർട്ടിലെത്തി. ഇവിടെ പാർക്ക് ചെയ്ത് ഇനി കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് ആ കുന്നിൻ്റെ മേലേക്കായിട്ടാണ് ഫോർട്ട് വരുന്നത്. അവിടേക്ക് നടന്ന് കയറണം. ചെറിയൊരു പാർക്കിംഗ് ഫീ വരുന്നുണ്ട്. ഇവിടെ ടിക്കറ്റൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ടിക്കറ്റ് കൗണ്ടറൊന്നും കണ്ടില്ല. അങ്ങനെ കയറി പോകാൻ തോന്നുന്നു. 10 മണിക്കാണ് ഓപ്പണിംഗ് ടൈം. ചെറിയൊരു ബാരിക്കേഡ് പോലെ വെച്ചിട്ടുണ്ട് വണ്ടികൾ മേലോട്ട് കയറാതിരിക്കാൻ. ക്ഷീണിച്ച് താഴ്ന്ന് കയറി വന്നതാണ്. അവിടെ അറബിക്കടലും കാണാം. നമുക്ക് ചപ്പോറ ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറാം. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ആദിൽ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഭരണാധികാരി പണിതതാണ് ഈ ചപ്പോറ ഫോർട്ട്. ആദ്യം ഇതിൻ്റെ പേര് ഷാപ്പൂര എന്നായിരുന്നു. പിന്നീടത് ലോപിച്ച് ഷപ്പോറയായി. ഇപ്പോൾ അത് ചപ്പോര എന്നാണ് അറിയപ്പെടുന്നത്.
നല്ല വെയിലുണ്ട്, ചൂടുണ്ട്, സ്റ്റെപ്പ് കയറി ക്ഷീണിച്ചു. അധികം ടൂറിസം ആക്ടിവിറ്റീസും അതുപോലെ ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്ലേസ് ആയിരുന്നില്ല ഇത്. പിന്നെ അമീർ ഖാൻ്റെ ദിൽ ചാത്ത ഹൈ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് മൂവി ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോങ് എല്ലാം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഫോർട്ട് ഇത്ര ഫേമസ് ആയത്. ഇപ്പോഴും അറിയപ്പെടുന്ന തന്നെ ദിൽ ചാത്ത ഹൈലെ ഫോർട്ട് എന്നുള്ള പേരിലാണ്. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അല്ല ആൾക്കാർ ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഫേമസ് മൂവിയിലുള്ള ഒരു ലൊക്കേഷൻ എന്നുള്ള ഒരു പേരിൽ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാർ ഗോവ കൈയടക്കി ഗോവയിലുള്ള എല്ലാവരെയും നിർബന്ധിത മതപരിവർത്തനം നടത്തി, ക്രിസ്ത്യൻസിലേക്ക് മതപരിവർത്തനം നടത്തി. അതിനുശേഷം ഇവിടെ നിന്നായിരുന്നു ഗോവയായിരുന്നു പോർച്ചുഗീസുകാരുടെ എന്താ പറയുക, അവരുടെ ഭരണസ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് ഗോവയായിരുന്നു. അതിനുശേഷം അവർ നമ്മുടെ ഫോർട്ട് കൊച്ചിയും പോണ്ടിച്ചേരിയും ഒക്കെ അവർ ഭരിച്ചെങ്കിലും അതിൻ്റെ എല്ലാം അവരുടെ തലസ്ഥാനമായിരുന്നു ഗോവ. ഇവിടെ നിന്നായിരുന്നു അവരെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മറാത്തകൾ അവരുടെ ബേസ്മെൻ്റായിട്ട് തിരഞ്ഞെടുത്തത്, ബേസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തത് ഈ ഒരു ഫോർട്ടിനായിരുന്നു. ഈ ഫോർട്ട് കീഴടക്കിയായിരുന്നു അവരുടെ പട്ടാളത്തെല്ലാം ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് തുരത്തിയത്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഇത് അറബിക്കടലിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഫോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടൽ വഴിയുള്ള എല്ലാ നീക്കങ്ങളെയും ഇവർക്ക് ഇവിടുന്ന് ചെറുക്കാൻ പറ്റും. അതായിരുന്നു ഈ ഒരു കോട്ടയുടെ ഡിസൈൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ കടലും ഒരു ബീച്ചും റിസോർട്ടും കടലിൽ കുളിക്കുന്ന ഒരുപാട് പേരെ കാണാം. അടിപൊളി വ്യൂ ആണ് ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലൊന്നുമില്ല. പക്ഷേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് കുത്തനെ കയറാനുണ്ട്, അതുപോലെ കുറച്ച് സ്റ്റെപ്സും കയറാൻ. ഹായ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്നലെ ഏകദേശം ഒരു 10 കിലോമീറ്ററിന് മേലെ നടന്നിട്ടുണ്ട് കാർണിവലിന്. അങ്ങനെ ടോട്ടലി ടയേർഡാണ്. സാധാരണ നമ്മുടെ ബാക്കി ഇപ്പം ആഗ്ര ഫോർട്ട്, അതുപോലെ ചെങ്കോട്ട, പിന്നെ രാജസ്ഥാനിലൊക്കെയുള്ള കോട്ടകളിൽ കാണുന്ന പോലെ ഇതിനകത്ത് വേറെ ബിൽഡിങ്സോ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കാണാനില്ല. അതായത് നമ്മളിപ്പം ചെങ്കോട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ടൗൺഷിപ്പ് തന്നെയായിരുന്നു. കോട്ടയുടെ അകത്ത് അവരുടെ മദ്രസകൾ, അവരുടെ കിടപ്പറകൾ, കുളിമുറികൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും ടോംബുകൾ, എല്ലാത്തിൻ്റെയും ഒരു അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഈ കോട്ടയുടെ മതിൽ മാത്രമേ കാണുന്നുള്ളൂ. മേ ബി അത് ആരും ശ്രദ്ധിക്കപ്പെടാതെ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും വലിയ ഒരു വാല്യൂ ഇതിന് കൽപ്പിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടായാലും ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ജസ്റ്റ് ആ ഒരു മതിലുണ്ട്. നമ്മുടെ ടീം അവിടെ അതിൻ്റെ പുറത്ത് കയറി നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. അത് അഞ്ചൂണല്ല, അതെനിക്ക് തോന്നുന്നു. ഓയ് ഹായ്. ഇവിടെ ഒരു ബീച്ച് കാണാം. അതുപോലെ തന്നെ അവിടെ ആ എൻഡിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ബീച്ച് കാണാം. ഇതൊക്കെ ആക്ടിവിറ്റീസും കാണുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് ക്ഷീണം മാറ്റട്ടെ. എന്നാലും ഈ കോട്ടകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണ്. നമ്മളുടെ രാജാക്കന്മാർ ശരിക്കും അതിൻ്റെ പിന്നെ നല്ലൊരു ചൂഷണം ഉണ്ടെങ്കിൽ പോലും, അതായത് ഇത്രയും വർഷങ്ങൾ പോയി, ഏകദേശം 400 വർഷം ഒരു അത്രയും മുൻപ് നമുക്കിപ്പം പല ക്രെയിനും അങ്ങനെ പല മെഷീനറീസും നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ഒരു കോട്ടയൊക്കെ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ആ കാലത്ത്
ഈ കോട്ടകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കോട്ടകളും ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മണ്ടയിലായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെയൊന്ന് നിർമ്മിക്കണമെങ്കിൽ എത്ര പേര് അധ്വാനിച്ചിട്ടുണ്ടാവും. അതിലൊരു ഭൂരിഭാഗം പേരും ഈ പറഞ്ഞ അടിമകളായിരിക്കാം. അവർക്ക് വേറെ ചിലവിന് ക്യാഷൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. ഭക്ഷണം മാത്രമായിരിക്കാം അവരുടെ കൂലി. അവരെ ഒരുപാട് പേര് ഇത് നിർമ്മിക്കുന്നതിനിടയ്ക്ക് മരണപ്പെട്ടിരിക്കാം. അങ്ങനെ വലിയൊരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ടാവാം. ഇപ്പോഴാണെങ്കിൽ പോലും നമുക്കിങ്ങനെ ഒരു കോട്ട നിർമ്മിക്കണമെങ്കിൽ എത്ര ആയിരം കോടി രൂപ ചിലവുണ്ടാവും. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇതുപോലുള്ള നിർമ്മിതികളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കപ്പം മനസ്സിലാവും. അവിടെ എന്തോ ഒരു സ്തൂപം കാണുന്നുണ്ട്. എന്താണെന്ന് പോയി നോക്കാം. എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു ശവകുടീരം പോലെയൊക്കെ ഉണ്ട്. പോയി നോക്കാം. പ്രത്യേകിച്ചൊന്നും എഴുതി വെച്ചായിട്ട് കാണുന്നില്ല. ആൾക്കാർ കുറേ അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നോ ഐഡിയ. മേ ബി ടോമോ എന്തെങ്കിലും ആയിരിക്കാം. താഴെയുള്ള ബീച്ചിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. എല്ലാവരും ഉണക്കാനിട്ടാണ് മതിൽമേൽ. തിരിച്ചിറങ്ങാൻ എന്താ സുഖല്ലേ? നല്ല കടലിൻ്റെ കാറ്റും കൊണ്ടിട്ടേ നല്ല കാറ്റുണ്ട്. വേർപ്പൊക്കെ പറ്റുന്നുണ്ട്. വാ കല്യാണപ്രായമായ യുവതികളിൽ നിന്ന് വിവാഹാലോചനകൾ ക്ഷണിക്കുന്ന ഒരു യുവാവാണിത്. नींबू सोडा कितना सर? मुझे दे दो. साल्ट डालो. सॉल्ट? हाँ. और स्वीट नहीं स्वीट नहीं चाहिए. साल्ट. नींबू सोडा सबको स्वीट नहीं चाहिए, सॉल्ट ही सबको. नहीं स्वीट डालो. मुझे साल्ट. एक सॉल्ट, 1 2 3 4 5 स्वीट एंड सॉल्ट मिक्स. आपको सॉल्टी मसाला? मसाला मत डालो. ओके, आपको सॉल्टी मसाला नहीं. എല്ലാരും സൈഡായി. വീഡിയോ ഹിറ്റായിട്ട് വേണം അടുത്ത കാർണിവലിന് മലയാളികൾ വരാൻ. ഇവിടെ എന്തൊരു മലയാളികളാണ് ഉണ്ടാവും ഉണ്ടാവും. ഇന്നലെ ആരും സംസാരിക്കാൻ നമ്മൾ കേട്ടില്ല. അതിന് കാർണിവൽ എടുക്കല്ലേ? ये आपको मीठा नींबू पानी, नींबू सोडा. ये भी मीठा है ना? मीठा. और मीठा चाहिए तो ले लो. ये भी मीठा. और मीठा चाहिए तो ले लो. ആർക്കെങ്കിലും മധുരം കൂടുതൽ വേണമെന്നുണ്ട് പറയാൻ. कम चाहिए आपको? हम चाहिए मीठा चाहिए. ऑलरेडी നടന്ന मीठा. ये
എനിക്ക് സാൾട്ടാണ് പറഞ്ഞത് സ്പെഷ്യൽ. താങ്ക് യു. യാ അടിപൊളി, ഡിവൈൻ ഫീലിംഗ്, ഭയങ്കര ആശ്വാസം. പുള്ളി കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു കുപ്പി വെള്ളവും തന്നു, നല്ല തണുത്ത വെള്ളവും തന്നു. നൈസ്. അത് അമൂലിൻ്റെ ഒരു കുൽഫി വാങ്ങി. ഇതാണ് നമ്മൾ കോട്ടയുടെ മേലെ നിന്ന് കണ്ട ബീച്ച്. അവിടെയാണ് കോട്ട. അവിടെയാണ് കോട്ട. നമ്മൾ അവിടെ നിന്നായിരുന്നു നമ്മൾ ഫോട്ടോ എടുത്തത്. ഇവർ ബോട്ടിൽ കയറാൻ പോവാണ്. സ്പീഡ് ബോട്ട് വേണോ, ഈ ബനാന റൈഡ് വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ബനാന റൈഡ് ആണെങ്കിൽ ഇവർ കടലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ തള്ളിയിടുന്നാണ് പറയുന്നത്. ബീച്ചിൽ നിന്ന് പോവാണ്. വിശക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാം, എന്നിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. രക്ഷയില്ലാതെ ചൂടാ, സഹിക്കാൻ പറ്റുന്ന ചൂടല്ലേ, ഭയങ്കര പൊള്ളുന്നു. നീ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി. എടുത്ത് തന്നെ മറിച്ചിട്ട് താഴെ ഇടും. ഇതെല്ലാം പറഞ്ഞിട്ട് വരില്ല കേട്ടല്ലോ. ഡോണ്ട് എൻ്റെ അടുത്ത് തിരിയടിക്കാൻ പറ്റരുത്. കൊമ്പി പിടിച്ച് ഒളിച്ച് താഴെ ഇടും ഞാൻ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇത് ചിക്കൻ കഫ്രേൽ, ഇത് ഗോവൻ ചിക്കൻ കറി, റൈസ് ഉണ്ട്, പിന്നെ കോയിൻ ബ്രെഡ്, പിന്നെ ഡ്രിങ്ക്സ്, പിന്നെ വെള്ളം.